നോക്കൂ, ഈ സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നത് എല്ലാ കാലത്തും മതനിരപേക്ഷതയായിരുന്നു എന്നെ നയിച്ചത് എന്നാണ്. ജീവിതമാകെ മതേതരത്വമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ്. നോക്കൂ, ഈ മലക്കം മറിച്ചിലൂടെ, മാറ്റിപ്പറയിലൂടെ, നിലപാടില്ലായ്മയിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? ഇതാണോ മതേതരത്വം, അതോ മതേതരാതരത്വമോ? ഇത് മതേതരത്വം മാത്രമല്ല നഗ്നമായ വർഗീയതയാണ്. ഇവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും PDPയും മുസ്ലിം ലീഗും എല്ലാം കൂടി ചേർന്ന് കാര്യമായ മുസ്ലിം ഏകീകരണം നടത്തി. അതിൻ്റെ അഹങ്കാരത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടിരിക്കുകയാണ്. മറ്റ് സമുദായങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ ലവ് ജിഹാദിനെപ്പറ്റി പറഞ്ഞത് RSSകാരല്ല, ലവ് ജിഹാദിനെപ്പറ്റി പറഞ്ഞത് പാലാ ബിഷപ്പാണ്. ആ സമുദായത്തിലെ സ്ത്രീകൾ വരെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. തങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവി അസ്ഥാനത്തായിപ്പോയോ എന്ന ഭീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരൊക്കെ ഇന്ന് വിദേശത്തുള്ള മക്കളെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ മല്ലപ്പള്ളി ഭാഗത്ത് വിദേശത്തുള്ള മക്കളുടെ അടുത്തേക്ക് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞവർ ഇന്ന് ഭീതി കൊണ്ട് കേരളം വിട്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലേക്കും കാനഡയ്ക്കും ഇംഗ്ലണ്ടിലേക്കും കുടിയേറി പറക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ഭൂമി മുഴുവൻ അവർ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. ഈ സ്ഥിതി ഹിന്ദുക്കൾക്ക് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഭീകര സമുദായക്കാരല്ലാത്തവരെല്ലാവരും ഇന്ന് ഭയചകിതരായിട്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. പണ്ട് 21 കത്തി എന്ന് പറഞ്ഞ അന്തർജനങ്ങൾ പേടിക്കുമായിരുന്നു. ഇന്ന് കാലം മാറി. ഇന്ന് ചുണക്കുട്ടികളുണ്ട് പ്രതികരിക്കാൻ. അത് മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ പേടിച്ച് ഓടുന്നൊരു വർഗമല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സംസ്കാരത്തെപ്പറ്റിയും പാരമ്പര്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും അഭിമാനമുള്ളൊരു വർഗം ഈ രാജ്യത്ത് പൊന്തി വന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അവരെ മതത്തിൻ്റെ പേരിലോ ഏതാനും പഞ്ചായത്ത് സീറ്റുകളുടെ പേരിലോ 21 ഊരിയ കത്തിയും കൊണ്ട് ചെന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്ന അന്തരീക്ഷമാണിത്. അല്ലാതെ CPMകാരെ പോലെ പേടിച്ച് 4 വോട്ടിന് വേണ്ടി പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന പാരമ്പര്യം എല്ലാ പാർട്ടികൾക്കും കണ്ടു എന്ന് വരില്ല. അതുകൊണ്ട് പേടിപ്പിക്കൽ ഒരളവ് വരെ സഹിക്കും. അത് കഴിഞ്ഞാൽ പല ബിഷപ്പ് വരെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയല്ലോ, അദ്ദേഹത്തിന് വർഗീയവാദി എന്ന് വിളിച്ചല്ലോ. സത്യം പറയുന്ന ആളുകൾ വർഗീയവാദിയാവും, മതം പറയുന്ന ആളുകൾ മതേതരവാദിയാവും. എന്തൊരു വിചിത്രമായ വാദമാണ് ഇവിടെ. അതുകൊണ്ട് ഈ ചരക്ക് എല്ലാ കാലത്തും ഓടും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനാവരണം ചെയ്ത് നഗ്നമായ വർഗീയതയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഏറ്റവും ശുഭോദർക്കമായത് മുസ്ലിം സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ ഈ വിദ്വേഷത്തിൻ്റെ ഭാഷ സമുദായത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം MESൻ്റെ ഡോക്ടർ ഗഫൂർ പച്ചയായി പറഞ്ഞു, മുസ്ലിം സമുദായത്തെ പലരും ഇത് അംഗീകരിക്കുന്നില്ല. ആ ഒരു നിലപാട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ എടുത്തു കഴിഞ്ഞു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മനസ്സിലാക്കുന്നുണ്ട്, കീഴടങ്ങലോ പ്രീണനമല്ല, സാഹോദര്യവും പരസ്പര വിശ്വാസവും പണ്ടുണ്ടായിരുന്ന രീതിയിലേക്ക് തിരിച്ചു പോകാൻ. നമുക്ക് വർഗീയതയുടെ അജണ്ട തിരഞ്ഞെടുപ്പിനെടുക്കുന്നതിന് പകരം ഈ രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്താം, ഇതെങ്ങനെ മാറ്റിമറിക്കാം, ഇവിടുത്തെ തൊഴിലില്ലായ്മ എങ്ങനെ ഭരിക്കാം, വികസനം വർഗീയതയെ തോൽപ്പിക്കും. അതാണ് അടുത്ത കാലത്തുണ്ടായ ചരിത്രം. ആ വികസനം സംസാരിക്കുന്നതും മുടക്കാൻ വേണ്ടി വർഗീയതയുടെ അജണ്ട കുത്തിപ്പൊന്തിച്ച് മതത്തിൻ്റെ ഭാഷ തിരഞ്ഞെടുപ്പ് വിഷയമാക്കാനുള്ള ഗൂഢമായ തന്ത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം തങ്ങളുടെ ഭാവിക്ക് എന്താണ് വേണ്ടത്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ എല്ലാ കാലത്തും ജനങ്ങളെ വിദ്വേഷവും വിഭജനവും നടത്താമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. പിന്നെ
പിന്നെ ദേഹബലം കൊണ്ട് പണ്ടത്തെ പോലെ കീഴടക്കാമെന്നുള്ള മോഹം ഇപ്പം അങ്ങ് മാറ്റി വെച്ചേക്കും. കാരണം തിരിച്ചറിയാനും പ്രതികരിക്കാനും പറ്റിയ ഒരു ചെറിയ യുവസമൂഹം ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. അവരത് കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് 4 വോട്ടുകൾക്ക് വേണ്ടി പിച്ച തെണ്ടി വരുന്നവരുടെ അടുത്ത് നടക്കും. ഞാൻ ഇടപെടുകയാണ്.